അനാവശ്യ ധൂർത്ത് ദുർവ്യയങ്ങളിൽ നിന്ന് പരിപൂർണമായി ഒഴിവായി നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെലവ് ചുരുക്കി ജീവിക്കണം എന്നർത്ഥം. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് യുദ്ധമൊക്കെ ഇങ്ങനെ നീണ്ടു കിടക്കാൻ, ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇത് അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ വീണ്ടും വീണ്ടും നീണ്ടു കിടക്കും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവസാന കാലഘട്ടമാകുമ്പോൾ ഇങ്ങനെയുള്ള പോരുകൾ വർദ്ധിക്കും, യുദ്ധങ്ങളും അക്രമങ്ങളും അധികരിക്കും, കൊലപാതകങ്ങൾ അധികരിക്കും. ഇത് അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമാണ്. ഇത് അവസാനിച്ചിട്ട് നിങ്ങൾക്കൊരു സുഖജീവിതം കിട്ടുമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ട കേട്ടോ. ഇതിങ്ങനെ നീണ്ടു 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 കിടക്കും. അതുകൊണ്ട് തന്നെ ആ ഉള്ള സമയത്ത് ഉള്ള നല്ല ജോലി നോക്കി മാന്യമായ ശമ്പളം പറ്റി അത് പിടിച്ചു വെച്ച് മിതത്വം പാലിച്ച് ജീവിച്ചോ എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരും. അതല്ല അടിച്ച് പൊളിച്ചുള്ളതെല്ലാം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി വിട്ട് വിഴുക്കി നല്ല റാഹത്തുള്ള ലാവിശായ ജീവിതം കാഴ്ചവെച്ചാൽ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ കൊടുമുയിലേക്ക് നമ്മൾ എത്തും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ വീട്ടിൽ മക്കളുടെ വെള്ളത്തിന്റെ ഉപയോഗമൊക്കെ ശ്രദ്ധിക്കണം. മകൾ കുളിക്കുമ്പോൾ, മകൻ കുളിക്കുമ്പോൾ, ചില ആളുകൾ കുളിക്കാൻ കയറിയ പെണ്ണുങ്ങളൊക്കെ കയറിയാൽ ഇപ്പോൾ 3 മണിക്കൂറൊക്കെയാണ് എടുക്കുക. നല്ല റാഹത്ത് ഷവറൊക്കെ തുറന്ന് വെച്ചിട്ട് പുറത്തോട്ട് മാറി സോഫൊക്കെ തേച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും വന്നു വെള്ളമെല്ലാം തീരല്ലേ. വെള്ളം ഇങ്ങനെ ഉപയോഗിച്ച് തീരാൻ ഏറ്റവും നല്ലത് ഷവറിന്റെ പരിപാടി ഒഴിവാക്കി ബക്കറ്റിൽ വെള്ളം എടുക്കലാണ്. അര ബക്കറ്റ്, ഞാനിപ്പോ കണക്കൊന്നും പറയുന്നില്ല, നമ്മുടെ നാട്ടിലെ ബക്കറ്റ് എടുത്താൽ അര ബക്കറ്റ് വെള്ളം കൊണ്ട് ആര് കുളിച്ചിരുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത്ര വെള്ളം മതി ഒരു മനുഷ്യന് വൃത്തിയായി കുളിക്കാൻ. നമ്മൾ പറയും പറ്റൂല, പെടുമ്പോൾ നമ്മളത് ചെയ്യുകയും ചെയ്യും. നമ്മൾ വാഷ്റൂമിൽ കയറി 2 കഴിഞ്ഞിട്ടിരിക്കുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു പോയി, ഒരു കപ്പ വെള്ളം ഉള്ളെങ്കിൽ ആഹത്തായിട്ട് കാര്യം സാധിച്ചിറങ്ങി വരും. കാരണം എന്താ? പെടുമ്പോഴാണ് ആക്കുക നമുക്ക് ഉപയോഗപ്പെടുക. മറ്റേത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, തുറന്നിങ്ങോട്ട് വെച്ചിട്ട് അടിച്ച് ഫതഹാക്കി വിടുക. അള്ളാഹു നമ്മളെ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കണേ, ദിക്ർ നമ്മുടെ കൂടപ്പിറപ്പായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയോട് പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയിലായി നിന്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എപ്പോഴും വേറൊരു ആവശ്യമില്ലാത്ത വർത്താനം ഇല്ല. തസ്ബിയൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടാവണം. ഇപ്പം കൗണ്ടറിൻ്റെ തസ്ബി ഉണ്ട്, അപ്പോൾ ഇരുന്ന് ഉറങ്ങിയാൽ എണ്ണം തെറ്റിപ്പോകുന്ന വിഷയമൊന്നുമില്ല. മറ്റേ തസ്ബി ഇങ്ങനെ മറിച്ചൊരു 33, 34 എത്തുമ്പോൾ താത്ത ഉറങ്ങി, പിന്നെ എഴുന്നേറ്റിട്ട് എവിടെയാണ് എത്തിയെന്ന് അറിയാൻ പറ്റില്ല, ഹാല് മറിഞ്ഞിരിക്കുക. അപ്പോൾ കൗണ്ടറാണെങ്കിൽ കുഴപ്പമില്ല, അത്രയേറെ പ്രശ്നം വരുത്തില്ല. അപ്പോൾ ഒരു കൗണ്ടറിൻ്റെ തസ്ബി ആയിക്കോട്ടെ. അപ്പോൾ ചെല്ലുന്നതിന് ഒരു എണ്ണം ഉണ്ടെങ്കിൽ ആ എണ്ണം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും സൂറത്തുൽ ഇഖ്ലാസിൻ്റെയും ഓരോ ദിവസം ഓതി വരുന്ന ജുസുവിൻ്റെയൊക്കെ എണ്ണം നമുക്കുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. ഞാൻ മദീന പള്ളിയിൽ ഇശാ മഗ്‌രിബിനിടയിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ, അവിടെയുള്ള ഒരു അറബി ആയിരിക്കാം, അദ്ദേഹം നല്ല കമീസൊക്കെ ധരിച്ചിട്ട് അദ്ദേഹം ഖുർആൻ ഓതാൻ. അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവസാനം അദ്ദേഹം ഇശാ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പോൾ അദ്ദേഹം മുസാഫൊക്കെ മടക്കി വെച്ച് നല്ല റാഹത്തായിട്ട് സംസം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഒരു 5 മിനിറ്റ് ദുആയിലൊക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഖുർആൻ ഓതാൻ. അപ്പോൾ അദ്ദേഹം ഞാനുമായി സംസാരിച്ച് ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ. അദ്ദേഹം ഇവിടെ ഒന്നും വന്നിട്ടില്ല, ഇന്ത്യ അറിയാം, അങ്ങനെയുള്ളൂ. അപ്പോൾ ഖുർആൻ ഓതുന്ന വിഷയവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ മൊബൈൽ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം 400-ലധികം ഖത്മുകൾ ഓൾറെഡി ഓതിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഓതിയ ഖത്മുകൾ എത്ര ഖത്മുകൾ ഓതി, എന്നാണ് തുടങ്ങിയത്, എന്നാണ് അവസാനിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ഏത് ജുസുകൾ ഓതിക്കൊണ്ടിരിക്കുന്നു, പല ഭാഗങ്ങളിൽ നിന്ന് ഓതുന്നുണ്ട്. അതൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തി അതൊക്കെ മൊബൈലിൽ മാർക്ക് ചെയ്ത് സിസ്റ്റമായിട്ട് വെച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് വല്ലാത്ത അത്ഭുതം. ഞാൻ പിന്നെ പലപ്പോഴും പോകുമ്പോൾ അദ്ദേഹത്തെ നോക്കിയിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. പലപ്പോഴും അദ്ദേഹത്തൊന്ന് മുസാമത്ത് ചെയ്യാൻ പിന്നെ പലപ്പോഴും പോയിട്ട് മഗ്‌രിബിന് ശേഷം അവിടെയൊക്കെ തപ്പിയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ ആളുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. നമ്മൾ ഖുർആൻ ഇന്ന് വരെ 40 പേജ് പോലും ഓതി തീർത്തിട്ടില്ല. പേര് വലിയ സുന്നിയാണ്, വലിയ ആളാണ്, ബാക്കി എല്ലാ വിഷയത്തിലും വലിയ അഗ്രേസിനാണ്, എല്ലാ വിഷയത്തെക്കുറിച്ചും അറിയാം. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ വട്ടപൂജ്യമാണ്. ദീനിന്റെ വിഷയത്തിൽ വട്ടപൂജ്യം. വയസ്സെത്രയായി? ഒരു ഖത്മ് പോലും ഇത്രയും കാലമായിട്ട് ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കാത്ത ആളുകൾ വരെ ഇന്നും ഈ സമുദായത്തിലുണ്ട്. എത്ര മോശമാണ്. റമളാന്റെ 27-ാം രാവിൽ പോലും കടന്നുറങ്ങി അതിൻ്റെതാകുന്ന രസാനുഭൂതികളെ, ആസ്വാദനങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ വരെ ഉമ്മത്തിലില്ലേ? നഷ്ടപ്പെടുത്തി കളയുന്നവരില്ലേ? വെറുതെ ഉറങ്ങി തീർക്കാൻ. ബാക്കിയുള്ള എല്ലാ രാവുകളും ഹയാത്ത്.
റമദാൻ ആകുമ്പോഴത്തേക്ക് നേരത്തെ കിടന്നുറങ്ങി ആ രാവിന്റെ എല്ലാ മഹത്വത്തെയും നഷ്ടപ്പെടുത്തി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ശൈലിയായിരുന്നു യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. 100 പ്രാവശ്യം നബി തങ്ങൾ ദിനേന ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉന്നതനായ പടച്ച റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്നുള്ള ഈ ശ്രേഷ്ഠമായ ദിക്ർ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ 100 പ്രാവശ്യം ചൊല്ലിയിരുന്നു. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. പരിശുദ്ധമായ ഖുർആൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് കൃത്യമായി ലോകരെ അടയാളപ്പെടുത്തുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്, സമുദായമേ, ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന സമൂഹമേ, അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനത്തിന് തേടണേ. എല്ലാ തിന്മകളും ഒഴിവാക്കി പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ തേടിയാൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. റബ്ബ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. തീർന്നില്ല. കേവലം പാപം മാത്രം പൊറുക്കാനുള്ള ദിക്റായി ഇസ്തിഗ്ഫാറിനെ കാണല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് ലോകരെ പഠിപ്പിക്കുകയാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. മഴയില്ലാതെ വിഷമിക്കുന്ന മുസ്ലിമേ, മഴയില്ലാതെ വിഷമിക്കുന്ന സഹോദരാ സഹോദരി, അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് നിലകൊണ്ടാൽ കുത്തിച്ചൊരിയുന്ന കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. ഖുർആനിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരെ, സമ്പത്തില്ലാതെ വിഷമിക്കുന്ന സഹോദര സഹോദരി, സാമ്പത്തികമാകുന്ന ഞെരുക്കമുള്ളതാകുന്ന സഹോദര, സാമ്പത്തിക മാന്ദ്യം ഭയക്കുന്ന മുസ്ലിമേ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നീട്ടിത്തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടി നിലകൊണ്ടാൽ വബനീന, അല്ലാഹു നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകുമേ എന്നും പരിശുദ്ധമായ ഖുർആൻ. ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച റബ്ബ് നൽകുന്ന ഓഫറാണ് ഇത്. കേവലം വിഷുവിന് മാത്രമായി ഷോപ്പിംഗ് മാളുകളിലൂടെ വിതരണം ചെയ്യുന്ന ഓഫറുകളല്ല. കേവലം ക്രിസ്മസിന്റെ രാവുകളിലോ ഓണത്തിന്റെ ദിനരാത്രങ്ങളിലോ മാത്രമായി കൊടുക്കുന്നതായ ഓഫറിൻ്റെതാകുന്ന പെയ്ത്തല്ല. ഇത് കാലാകാലം നൽകുന്നതായ വസിയത്താണ്. ഇത് കാലാകാലം നൽകുന്നതായ പ്രതിഫലമാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹു പാപമോചനം നൽകുകയാണ്. കാരുണ്യത്തിന്റെ മഴ വർഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സമ്പത്ത് അധികരിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്താനങ്ങൾ നൽകുകയാണ്. തീർന്നില്ല. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ സ്വർഗീയമാകുന്ന വിഭവങ്ങൾ നിങ്ങൾക്ക് വേണമോ? സ്വർഗം നിങ്ങൾക്ക് വേണോ? കേവലം ഒരു സ്വർഗീയ ഭവനമല്ല. വയജഅൽ ലക്കും ജന്നാത്ത്
ജന്നാത്തിൻ, സ്വർഗീയമാകുന്ന വീടുകൾ, സ്വർഗീയമാകുന്ന ഏറ്റവും വലിയ രമ്യഹർമ്മങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുകയാ. തീർന്നില്ല, വയജഅൽ ലക്കും അൻഹാറാ, വെള്ളമില്ലാതെ കുടിവെള്ളത്തിന്റെ ക്ഷാമം പോലും കൃത്യമായി അളന്നു മുറിച്ചറിഞ്ഞിട്ടുള്ളതായ മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും അല്ലാഹു നീക്കുകയാ. കാലാകാലം സ്വർഗീയ അരുവികൾ അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. പാപം പൊറുക്കാൻ മാത്രമുള്ളതല്ല എന്ത് അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലാൻ പോലും നമ്മുടെ കൗമിന് മനസ്സില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റിന്റെ മഹത്വമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, പറഞ്ഞ സമയം പോകും. അത് മാത്രം പറഞ്ഞ ദിക്റെന്ന് ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിന്റെ നിധികളിൽ എത്ര നിധിയുണ്ട്? 4 ഒന്നിപ്പോ ചർച്ച ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ തന്നെ നമ്മുടെ സമയം മണിക്കൂറുകൾ പോവുകയാണ്. ബാക്കിയൊക്കെ പറയണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കിക്കോ. ഇന്ന് മുതൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 അസ്തഗ്ഫിറുല്ലാഹല്ലദീം എല്ലാ ദിവസവും കണ്ടിന്യൂസ്, ഒഴിവാക്കാൻ പാടില്ല. അത് മസ്റ്റാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപമുള്ള വ്യക്തിയാണോ? അല്ല. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ. തങ്ങളുടെ മുൻപിൻ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തതാ. പിന്നെ എന്തിനാ തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹല്ലദീം ചെല്ലുന്നത്? ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ്. അത് മനസ്സിലാക്കേണ്ടത്. ദാ ഹദീസ് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. ആരൊരുവനെ മുടങ്ങാതെ ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയോ, അഥവാ നിർബന്ധ ബുദ്ധിയ അത് മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലി വരുന്ന ഏതൊരു മുസ്ലിം ഉണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവരുടെ എല്ലാ മനക്ലേശങ്ങളും എല്ലാ മനപ്രയാസങ്ങളും അല്ലാഹു ഇല്ലാതാക്കുമേ. അവർ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു റിസ്ക് നൽകിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിസ്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമല്ല, അങ്ങനെ ചില ആളുകൾ കരുതുന്നുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടു. നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല ഭക്ഷണം എല്ലാം ഉൾപ്പെട്ടതാണ് എന്ത്? റിസ്ക്. വിഭവങ്ങൾ എന്നാണ് അർത്ഥം. നമ്മൾ ബറാത്ത് രാവിലെ 3 യാസീൻ ഓതുമല്ലോ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. അതിലൊന്നെന്താണ്? റിസ്ക് വിശാലമാകുക എന്നുള്ള നിയ്യത്താണ്. അതെല്ലാം ഉൾപ്പെട്ടു. നല്ല വീട്, വാഹനം, വസ്ത്രം, ഭക്ഷണം എല്ലാം ഉൾപ്പെട്ടതാണ്. വിഭവങ്ങൾ അത് അല്ലാഹു നിങ്ങൾക്ക് നൽകും. വിചാരിക്കാത്ത ഭാവത്തിലൂടെ നിന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കും. ചില ആളുകൾ പറയാറുണ്ടല്ലോ, സദാ വീട് പണി തുടങ്ങാൻ തുടങ്ങിക്കോ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 6 മാസം കഴിയുമ്പോൾ ഇയാൾ വന്നിട്ട് പറയും, ഒന്നും ഇല്ലായിരുന്നു അന്ന് തുടങ്ങാൻ, പക്ഷെ അൽഹംദുലില്ലാ എങ്ങനെയാണ് തീർന്നെന്നറിയില്ല, എനിക്ക് പോലും അറിയില്ല. ഞാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അല്ലാഹു തആല എല്ലാം എനിക്ക് അടുപ്പിച്ചു തന്നു, അങ്ങനെ എൻ്റെ വീടിന്റെ പണി പൂർത്തീകരിച്ചു. പറയുന്നില്ലേ? എത്ര ആളുകൾ പറയുന്നുണ്ട്. എന്താ കാരണം? അള്ളാഹു അവനെ ദിക്ർ ചെല്ലുന്നവനാക്കി, അവന്റെ ചില ദിക്റുകളിലൂടെ പടച്ചറബ് അവനെ കബൂലാക്കി. നമ്മൾ പോലും വിചാരിക്കാത്ത ഭാവത്തിലൂടെ അള്ളാഹ് എല്ലാം ഇങ്ങനെ അടുപ്പിച്ചു തരും. ചില ആളുകൾ മകളുടെ കല്യാണം ഒന്നുമില്ല കയ്യിൽ കേട്ടോ, ഒരു തരി പൊന്നു പോലും ഇല്ല, 1 രൂപ പോലും ഇല്ല, പക്ഷെ നീയത്ത് വെച്ചങ്ങ് ഇറങ്ങി നല്ല നിസ്കാരവും ഇബാദത്തുള്ള ഉമ്മാക്കും ഉപ്പാക്കുള്ള മകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നിലയ്ക്ക് ഒരു വരന്റെ കയ്യിലേക്ക് എത്തിച്ചു. ഒരു കടം പോലും ഇല്ല. എങ്ങനെ എത്തിച്ചത്? അവന്റെ ദിക്റിലൂടെ, അവന്റെ ഔറാദിലൂടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അത് വേണം. അതില്ലെങ്കിൽ പോയി. അല്ലാഹു നമ്മളെ തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നിർബന്ധമായിട്ട് ഇത് വരണം. നമ്മുടെ ആളുകളിൽ ഇതില്ല. ഇന്നത്തെ തലമുറയിൽ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദിക്ർ നല്ലതുപോലെ മുറുകെ പിടിച്ചോ, ദിക്ർ നല്ലതുപോലെ മുറുകെ പിടിച്ചോ. ഒരു ദിവസം പോലും ദിക്ർ ചെല്ലാത്തവനായി മാറരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 മുടങ്ങാതെ വരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 70,000 പ്രായമുള്ള ആളുകളൊക്കെ ഇനി വൈകിക്കരുത്. ദിനേന 1000 വീതം ചെല്ലി അതിങ്ങനെ എഴുതി വെക്കണം കറക്റ്റായിട്ട്.
ഇനി നമുക്കത് ചെല്ലിത്തിട്ട് മരിക്കാവുള്ള ആ നിയ്യത്ത് വേണം. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും ഒരു 100 എണ്ണം വീതം ഓതി 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 റാഹത്തായിട്ട് എഴുതി വെക്കണം. ഇന്നത്ര ഓതി, ഡേറ്റ് ഇടണം, ഇന്നത്ര ഓതി, ഇന്നത്ര ഓതി, അങ്ങനെ അങ്ങനെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്തു നോക്കുക. നിങ്ങൾ കുറച്ചും കൂടി ചെല്ലുമ്പോൾ അതിലൊരു മാധുര്യം വരും ആ എഴുതി വെക്കുന്നത്. കാരണം നമുക്ക് തന്നെ മനസ്സുകൊണ്ട് ഒരു സംതൃപ്തി വരും, ഞാൻ വിജയിക്കും. അങ്ങനെ ഉണ്ടല്ലോ, പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ളതാകുന്ന ഒരു വിദ്യാർത്ഥി അവൻ നല്ല രീതിയിൽ പേപ്പർ വാങ്ങിച്ച് നല്ലതുപോലെ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് തന്നെ ഒരു ആത്മവിശ്വാസമാണ്, ഞാൻ എന്തായാലും ജയിക്കും, ഉറപ്പാണ്, ജയിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഈ ഒരു വിശ്വാസം നമുക്കിന്നില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്കിന്ന് നന്മയുടെ ഏടുകൾ എടുക്കാനില്ല. ദിക്റിന്റെ, ഔറാദിന്റെ, ഖുർആനോത്തിന്റെ, അമലിന്റെ, സ്വലാത്തിന്റെ ഏട് നമ്മുടെ കൈകളിലില്ല. അതാണ് പറ്റിപ്പോയത്. നമ്മളിവിടെ മജ്ലിസുന്നൂർ ഓതിയല്ലോ. മഹാനാകുന്ന ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ നവ്വറല്ലാഹു മർഖദ മഹാനുഭാവൻ, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ശംസുൽ ഉലമാ ഉസ്താദ് അവറുകൾ എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് ശേഷവും വൈകിട്ടും മഗ്രിബ് കഴിഞ്ഞും 2 പ്രാവശ്യം ഓതുമായിരുന്നു അസ്മാഉൽ ബദർ. 2 വട്ടം ഓതും. എന്റെ വല്യുപ്പ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവരും ഓതും, 2 പ്രാവശ്യം ഓതും. സൂഫിയാക്കൾ മഹത്തുക്കളൊക്കെ 2 പ്രാവശ്യം ഓതാനാണ് നിർദ്ദേശിക്കുന്നത്, രാവിലെയും വൈകിട്ടും. കാരണം എല്ലാ കള്ള ത്വരീഖത്തുകളിൽ നിന്നും ഹിദായത്തിന്റെ ത്വരീഖത്തിലേക്ക് വെളിച്ചം വീശാൻ അത് കാരണമാകും. ഒരാളും അവരുടെ മുന്നിൽ വന്ന് നിൽക്കില്ല, ഒരാളെ ഭയപ്പാടില്ല, അല്ലാഹു അല്ലാതെ മറ്റൊരു മഖ്ലൂക്കിനെ പേടിക്കേണ്ടി വരില്ല. കാരണം മുറുകെ പിടിക്കുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അസ്ഹാബുൽ ബദരീങ്ങളെയുമാണ്. ആരാണ് സഹാബുൽ ബദരീങ്ങൾ എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയെ തങ്ങളൊന്ന് പറയണം, മാ തഅദൂന അഹ്ല ബദരിൻ ഫീകും, നിങ്ങളുള്ള സഹാബുൽ ബദരീങ്ങളെ എണ്ണി കണക്കാക്കുന്നത് എങ്ങനെയാണ്? നബി തങ്ങൾ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ. ഇനി അതിന്റെ മുകളിൽ ഒരു വാക്ക് പറയാനില്ല, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അസ്ഹാബുൽ ബദരീങ്ങൾ. ഫഖാല ലി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബി തങ്ങൾ പറയുകയാണ്, ഫകദാലിക മിമ്മൻ ശഹീദ ബദർ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ട ബദറിൽ ഇറങ്ങിയതാകുന്ന 5000-ഓളം വരുന്ന മലക്കുകളുണ്ട്. അവർക്ക് കോടാനുകോടി മലക്കുകൾക്കിടയിൽ ഏറ്റവും വലിയ സ്ഥാനം അവർക്കാണുള്ളത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ബദറിൽ ഇറങ്ങി മലക്കുകൾ 5000, അവർക്കുണ്ട് വാലുകൾ, പിന്നിലായി 1 മുഴം. അസ്ഹാബുൽ ബദരീകളാകുന്ന ബദറിൽ ഇറങ്ങിയതാകുന്ന മലായികത്തുകൾ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാകുന്ന ആളുകളാണ് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ അംബിയാ മുർസലീങ്ങളെ കഴിഞ്ഞാൽ പിന്നെ അസ്ഹാബുൽ ബദരീങ്ങളാണ്. നബി തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ശരിക്കും മനസ്സിലാക്കണേ, ആ സഹാബുൽ ബദരീങ്ങളുടെ പേരുകൾ ദിനേന അനുസ്മരിച്ചാൽ വിജയിക്കും, ഉറപ്പാണ്. എന്നല്ല, മുൻകഴിഞ്ഞു പോയിട്ടുള്ള മഹത്തുക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ അവരവരുടെ വിലായത്തിന്റെ തലം തീർക്കാൻ കാരണം തന്നെ ഈ മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ പേരുകൾ ഉച്ചരിച്ച കാരണത്താലാണ്. ബദറിന്റെ ഈ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞാൽ നിസാരായിട്ട് കാണരുത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിലൊക്കെ പങ്കെടുക്കണം. എല്ലാ ദിവസവും അത് ഓതാൻ പറ്റുമെങ്കിൽ മജ്ലിസിനൂർ വീട്ടിൽ ഓതണം. മാസത്തിലേപ്പം നമ്മുടെ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. ഉറക്കെ പറയൻ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നീ സാലിഹീകളെ ചേർക്കണേ അല്ലാ. ഏതെല്ലാം മുറാദുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് നീ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. ഏതെല്ലാം നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഈ സദസ്സിൽ സംഭാവന പറഞ്ഞിട്ടുള്ളത്, അവരുടെ സംഭാവനകൾ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒന്നാമതായി പറഞ്ഞത് ലിസാനുൻ ദാക്കിറുൻ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ് നമ്മളുണ്ടോ, നമ്മൾ രക്ഷപ്പെട്ടു. ഒന്നാമതായി വേണ്ടതാ, അത് എത്തിച്ചവൻ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതെന്തിൽപ്പെട്ടതാ? ദുനിയാവിന്റെ 4 നിധികളുണ്ട്. അതിൽപ്പെട്ട ഒരു നിധിയാണ് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിസ്കാരവും നോമ്പും ഇബാദത്തും ഒക്കെ ഉള്ളതിനോടൊപ്പം ആവശ്യമില്ലാത്ത വർത്താനമില്ല, എപ്പോഴും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. വലിയ ഖൈറാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, റഅയ്തുൻ നാർ വറഅയ്തു ഫീഹാ ഇമ്മ
معلقة لسانها إلى الأسطوانة من النار. നരകത്തിലെ തൂണിനോട് നാവ് ബന്ധപ്പെടുത്തിയതായ ഒരു പെണ്ണിനെ നാവ് വലിച്ചു നീട്ടിയിട്ട് നരകത്തിലെ കത്തിച്ചൊലിക്കുന്ന തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിലേക്ക് ഒരു പെണ്ണിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയി. സ്വഹാബാ, റസൂലുള്ള പറയുകയാണ്, ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, ലമ്മൻ ഹാദാ യാ ജിബ്രീൽ, മൻ ഹാദിഹി യാ ജിബ്രീൽ, ഏതാണ് ഈ ഹതഭാഗ്യായ പെണ്ണ്? എത്ര മോശപ്പെട്ടതാകുന്ന ശൈലിയാണ് അവളിൽ കാണുന്നത്. അവളുടെ നാവിനെ വലിച്ചു നീട്ടി നരകത്തിലെ തൂണിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബിയേ നബിയേ, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നാവിന് നീളമുള്ള പെണ്ണാണ് ഹബീബേ. ആവശ്യമില്ലാത്തത് പറഞ്ഞു നടന്ന ഫനായ്ക്കും ഫസാദും നേതൃത്വം കൊടുത്തതായ പെണ്ണാണ്. അവളുടെ നാവാണ് ഇതെന്ന് നബിയുനാ റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുക. ഇതാരെന്നറിയോ? ഈ നാവിങ്ങനെ വലിച്ചു നീട്ടി നരകത്തിലെ തീജ്വാലകൾ പടർത്തപ്പെട്ട തൂണിനോട് വലിച്ചു കെട്ടിയിരിക്കുന്നത് ആരെന്നറിയോ? ആദിഹി ബദിയത്തുൽ ലിസാനി ഐ തവീലത്തുൽ ലിസാനി. ദുനിയാവിലെ നാവിന് നീളം കൂടിയ പെണ്ണ എന്ന് പറഞ്ഞ വീട്ടിൽ ചെന്ന് സ്കെയിലെടുത്ത് അളത്തു നോക്കാനല്ല, വർത്തമാനം കൂടിയ പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. 50 കൊല്ലം ഭർത്താവുമായിട്ട് ജീവിച്ചു. 51ാമത്തെ കൊല്ലം ആനിവേഴ്സറി കഴിഞ്ഞോളൂ. അപ്പോഴേ പറയാൻ ഇങ്ങേറെ കൂടെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് നന്ദി കെട്ട വർത്തമാനം പറയുന്ന സഹോദരി ഇപ്പോഴും. എത്ര നന്മ ചെയ്താലും എപ്പോഴും കുറ്റം പറയും. ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരോട്, ബന്ധുക്കളോട്, സൗഹൃദ വലയങ്ങളോട്, വാട്സാപ്പിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ് ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന സഹോദരിമാർ, നാവ് നിങ്ങൾ മനസ്സിലാക്കിക്കോ, വലിയ അപകടം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലിയ അനുഗ്രഹങ്ങളായിട്ടാണ് പറഞ്ഞത്, അലം നജഅൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് 2 കണ്ണുകൾ നൽകിയില്ലേ, വലിസാനൻ നാവ് നൽകിയില്ലേ, വശഫത്തൈൻ 2 ചുണ്ടും നൽകിയില്ലേ. അള്ളാഹു ചോദിക്കുക, അനുഗ്രഹങ്ങളെ എണ്ണിയപ്പോ അള്ളാഹു എണ്ണി. എന്തിനെ എണ്ണി? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തിനെ എണ്ണി? നാവിനെ എണ്ണി. എന്തിനെ എണ്ണി? ചുണ്ടിനെ എണ്ണി. ഈ നാവിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ ഒരു ഐറ്റം ഉണ്ട്. എന്താണത്? നാവിന്റെയും ചുണ്ടിന്റെ ഇടയിൽ എന്താ ഇരിക്കുന്നത്? എന്താ ഉള്ളത്? പല്ല്. ഈ പല്ലിനെ അല്ലാഹു പറഞ്ഞോ? എടാ ശ്രദ്ധിക്കൂ, ഖുർആനാണ്. അലം നജഅൽ ലഹു ഐനൈനി, 2 കണ്ണ് നാം അവന് കൊടുത്തില്ലേ, വലിസാനൻ ഒരു നാവും കൊടുത്തു, വശഫത്തൈനി 2 ചുണ്ടും കൊടുത്തു എന്ന് അല്ലാഹു പറഞ്ഞു. അനുഗ്രഹമായി പറയാം. ഇതിനിടയിലുള്ള ഒരു ഐറ്റം ഉണ്ട്, പല്ല്. വലിയ വിഷയമാണ്, ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്ന സംഗതിയാണ്. പക്ഷെ അല്ലാഹു എടുത്തു പറഞ്ഞില്ല. എന്താ കാരണം? ദുനിയാവിൽ തിന്നുകൊണ്ട് നടക്കലല്ല ഏറ്റവും വലുത്, ഈ കണ്ണുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന കോടാനുകൂടി അനുഗ്രഹങ്ങളെ ദൃഷ്ടാന്തമായി കണ്ടു മനസ്സിലാക്കി അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കണം, നിന്റെ ചുണ്ട് ചലിക്കണം, ദിക്ർ ചൊല്ലണം. അതിനാണ് അള്ളാഹു പറയുന്നത്, അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ, 2 കണ്ണുകൾ, ഒരു നാവ്, 2 ചുണ്ട് നാം അവർക്ക് കൊടുത്തില്ലേ? അള്ളാഹു ചോദിക്കുക. ഈ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് കണ്ട്, നാവ് കൊണ്ടും ചുണ്ടുകൊണ്ടും അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദിക്റിലായി കഴിയണം. അതാണ് 2ാമത്തെ ദുനിയാവിലെ ഏറ്റവും വലിയ നിധി. എന്ത്? നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയം ഏതൊരു മുസ്ലിമിനുണ്ടോ, മുസ്ലിമത്തിനുണ്ടോ, അവർ ദുനിയാവിലെ 2ാമത്തെ നിധി കൈവശപ്പെടുത്തിയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 1ാമത്തെ നിധി ദിക്ർ ചെല്ലുന്ന നാവാണ് എങ്കിൽ, 2ാമത്തെ നിധി അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയമാണ്. നല്ല വീട് അള്ളാഹു നൽകി, നല്ല വാഹനം അള്ളാഹു നൽകി, ആരോഗ്യ ദൃഢഗാത്രനായ സഹോദരനാക്കി, യാതൊരുവിധ അംഗവൈകല്യവും അള്ളാഹു നൽകിയില്ല, എല്ലാ വിഷമവും അള്ളാഹു മാറ്റി നൽകി. അൽഹംദുലില്ലാഹ്. പറയാൻ പറ്റണം, അവനാണ് മൂമിൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നന്ദി പ്രകാശിപ്പിക്കുന്നവനായ രക്ഷപ്പെടും. അൽഹംദുലില്ലാ എന്ന വാക്ക് എപ്പോഴും പറയണം.
ചെറിയ കാര്യമല്ലല്ലോ. കാരണം നമ്മുടെ കൈകാലുകൾ വളരെ റാഹത്തായി ചലിക്കുന്നു. നിന്റെ ഈ വിരലുകളെ ഇങ്ങനെ മടക്കാൻ പറ്റുന്നു, ഓരോ അവയവങ്ങളും ഇങ്ങനെ മടക്കാൻ പറ്റുന്നു, ചലിപ്പിക്കാൻ പറ്റുന്ന റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. അപ്പൊ ഇതിനെന്ത് വേണം? നന്ദി വേണം. ശുക്റുൽ മുൻഇമ് വാജിബുൻ. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണം. അപ്പൊ അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാ എന്ന് നീ അതിനു വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറയാൻ നിനക്ക് സാധിച്ചത് തന്നെ മറ്റൊരു അനുഗ്രഹമാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് പറയാൻ പറ്റാതെ സംസാരിക്കാൻ കഴിവില്ലാത്ത എത്ര ആളുകൾ ഈ ലോകത്തുണ്ട്. അപ്പൊ ഒരു അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ പേരിൽ അടുത്ത ഒരു അൽഹംദുലില്ലാ പറയൽ നിന്റെ മേൽ നിർബന്ധമായി. അങ്ങനെ നീ അൽഹംദുലില്ലാ പറഞ്ഞ് എത്ര പറഞ്ഞാലും കോടിക്കണക്കിന് പറഞ്ഞാലും റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചവനായി മാറില്ല. അല്ലാഹുവിന്റെ നന്ദി പ്രകടനത്തിൽ പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾ പരിശ്രമിച്ച് അതിന് അൽഹംദുലില്ലാ പറഞ്ഞ് സംതൃപ്തി അടയാൻ നോക്കിയാൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നാണ് അപ്പുറത്തിന്റെ അർത്ഥം. അപ്പൊ റബ്ബിനെ എപ്പോഴും ശുക്ർ ചെയ്യണം. ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നാം അധികരിപ്പിക്കും. അല്ലാഹ് പറയാ. അപ്പൊ നിസ്കാരം കഴിഞ്ഞൊരു 33 സുബ്ഹാനല്ലാഹ് എല്ലാം പറഞ്ഞാൽ മടിക്കണ്ട. നല്ല ഇഖ്ലാസോടുകൂടി പറയൻ അൽഹംദുലില്ലാഹി അങ്ങനെയല്ല, അൽഹംദുലില്ലാഹി ഉച്ചരിക്കണം. അവന് ഏറ്റവും നല്ല എന്താ? സുബ്ഹാനല്ലാഹി 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 ഹി ഹി എന്ന് പറഞ്ഞു പോവാ. അപ്പൊ നമുക്ക് ആ ഹായിൽ ഉച്ചാരണം കിട്ടി. എന്ത് അവിടെ താരക്കിട്ട് ഒറ്റ അടി തരുന്നുണ്ട്, ഒരൊറ്റ ഒരെണ്ണം പോലും ശരിയായിട്ടില്ല. അപ്പൊ ചെല്ലുമ്പോൾ എളുപ്പത്തിലെത്തുന്നില്ല എന്താ? സുബ്ഹാനല്ലാഹി 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 അങ്ങനെ ചൊല്ലി ശീലിക്കണം. അൽഹംദുലില്ലാഹി 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 ഉണ്ടോ? അതാണ് ചെല്ലുന്ന രീതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിങ്ങനെ അധികരിപ്പിക്കണം. ഓരോ നിസ്കാരത്തിനും ശബ്ദം അത് വിട്ടുപോകില്ല. വമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താ? തംലഉ ബൈന സമാവാതി വൽ അർളി, 7 ആകാശഭൂമികൾക്കിടയിൽ നിറയ്ക്കും ഒരൊറ്റ സുബ്ഹാനല്ലാഹുവിന്റെ മഹത്വമെന്ന് മുഹമ്മദ് മുസ്തഫ. من قال سبحان الله وبحمده في كل يوم 100 مرة غفر له شفيعنا رسول الله. ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രം എല്ലാ ദിവസവും 100 വട്ടം ചൊല്ലിയാൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. മഗ്‌രിബിന് തൊട്ടുമുമ്പ് മക്കളെയൊക്കെ ചേർത്തിരുത്തിയിട്ട് ദിക്ർ ചൊല്ലണം. മഗ്‌രിബിന്റെ സമയത്ത് കറങ്ങരുത്. കുട്ടികളിൽ പൈശാചികത ഏറ്റവും കൂടുതൽ പിടിപെടുന്നത് ആ സമയത്ത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖറബത്തി ശംസു യന്തശിറു ശയാതീനു ഫഖതഫു സിബിയാനകും വഹബിസു മവാശിയകും. നിങ്ങൾ സൂര്യൻ അസ്തമിക്കുന്ന സമയമെത്തിയാൽ ഒരിക്കലും നിങ്ങൾ കറങ്ങി നടക്കല്ലേ. ഇന്ന് ഈ സമുദായത്തിന്റെ മക്കൾ മുഴുവൻ പാർക്കിലാണ്, ബീച്ചിലാണ്, നിരത്തുകളിലാണ്, കറങ്ങി നടക്കുകയാണ്. ഖുർആൻ ഓതാൻ സമയമില്ല. മഗ്‌രിബിന്റെ സമയത്ത് ടർഫിലാണ്, കളിതമാശകൾ ഏർപ്പെടുകയാണ്. മാതാപിതാക്കളടക്കം കറക്കമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ ഖറബത്തി ശംസു, സൂര്യൻ അസ്തമിക്കുന്ന സമയമെത്തിയാൽ യന്തശിറു ശയാതീനു, പിശാച് പാറി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഫഖതഫു സിബിയാനകും, നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണേ. വീട്ടിന്റെ ഉള്ളിൽ പിടിച്ചു വെച്ച് ദിക്റിലായി കഴിയണേ. വഹ്ബിസു മവാശിയകും, ആടുമാടുകളുള്ള ആളുകളെ, വളർത്തു മൃഗങ്ങളുള്ളതായ കുടുംബമേ, അതിന്റെ ആലയിൽ കൊണ്ടുപോയി കൃത്യമായി കൂട്ടിൽ ബന്ധിക്കുകയും ചെയ്യണേ എന്നു നബിയുനാ റസൂലുള്ളാഹി. മഗ്‌രിബിന്റെ സമയത്ത് കറക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ കുട്ടികളിലാണ് പെട്ടെന്ന് പൈശാചികത ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈ ബീച്ചിലും പാർക്കിലും ഒക്കെ മാളിലൊക്കെ പോയി കറങ്ങി വന്ന് രാത്രി വന്നിട്ട് വീട്ടിൽ കയറുമ്പോഴത്തേക്ക് കുട്ടികൾ കിടന്ന് ഭയങ്കര കരച്ചിൽ. എന്താ കാരണം? ഉച്ചയ്ക്ക് പോയതാ ചോറും മീനും കഴിക്കാം, പിന്നെ ആ വഴി പിന്നെ ഹലാക്ക് അവിടെ ഇവിടെയൊക്കെ കറങ്ങി ബീച്ചിലൊക്കെ പോയി കറങ്ങി വൈകിട്ടായപ്പോഴേ കയറി വന്ന്, രാത്രി 10 മണിയായപ്പോഴേ കയറി വന്ന് കുറ്റിപ്പുറത്ത് ചോറും മീനും കഴിക്കാൻ പോയതാ.
അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അവസാനം വൈകിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും പാതിരാത്രിയായി. ചോക്ലേറ്റ് നിർവ്വാണി എല്ലാം കഴിച്ച് ബീച്ചിലൊക്കെ കറങ്ങി എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ പോയി എല്ലാം കളാക്കിയിട്ട് വീട്ടിൽ വന്നു. പിള്ളേർ നേരം വെളുക്കുന്നവരേ കരച്ചില്. പൈശാചികത കുട്ടികളിൽ വേഗം പിടികൂടും. മഗ്‌രിബിന്റെ സമയത്ത് കുട്ടികളെ പുറത്തിറക്കുക, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ. അതാണ് ഹദീസാണിത്, ഹദീസാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കുട്ടികളെ പൈശാചികത തൊട്ട് തടയണം. അതിന് ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഭാര്യ-ഭർത്ത ബന്ധത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഔദും ബിസ്മിയും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ജന്നിബി ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖതന എന്ന് ദുആ ഇരുന്നിട്ട് വേണം നിന്റെ ഭാര്യയുമായി കിടപ്പറയിലേക്ക് കയറാൻ. ഇത് പ്രവാചകരുടെ അധ്യാപനമാണ്. കാരണം എന്തുകൊണ്ട്? ഇതിലൂടെ തന്നെ പൈശാചികത ഉണ്ടാവും. കുട്ടികളിൽ പൈശാചികത ചെറുപ്പത്തിലെ വന്നാൽ ആ മക്കൾ സാലിഹാവൂല. എത്ര ഊതി മന്ത്രിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.